ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അവസാനത്തെ 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുകൾ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. മാത്രമല്ല ആദ്യത്തെ ക്ലീൻ ഷീറ്റ് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയും ചെയ്തു. മുന്നേറ്റ നിരയും അതുപോലെ തന്നെ പ്രതിരോധ നിരയും ഒരുപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഏതായാലും എന്ത് മാജിക്കാണ് ബ്ലാസ്റ്റേഴ്സിനകത്ത് കാണിച്ചത്? കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ ആഷ്ലി വെസ്റ്റ്വുഡിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും താൻ ചെയ്തിട്ടില്ല, തൻ്റെ സ്വാഭാവികമായ രീതിയിൽ ടീമിനെ പരിശീലിപ്പിച്ചു, അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇത്. മുൻപ് പല ടീമുകളിലും താൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോളിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഫുട്ബോൾ കോച്ചിങ് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഓരോ ദിവസവും മെച്ചപ്പെടുക, അതിന് ഞങ്ങൾക്ക് എപ്പോഴും സാധിക്കുമായിരുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ഞാൻ എൻ്റെ താരങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ നോർമലായിട്ട് ഫുട്ബോൾ കളിക്കും, അവസരങ്ങൾ സൃഷ്ടിക്കും, അവ ലക്ഷ്യത്തിൽ എത്തിക്കുകയും ചെയ്യും. കാര്യങ്ങൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാനിത് അഫ്ഗാനിസ്ഥാനിലും ഹോങ്കോങ്ങിലും ബംഗളൂരു FC-യിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സിലും ചെയ്ത് കാണിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കോച്ചിങ്ങും കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് പുലർത്തലുമാണ്. എൻ്റെ ജോലിയിലും എൻ്റെ താരങ്ങളിലും എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഒപ്പം അട്രാക്റ്റീവായ ഒരു ഫുട്ബോൾ സ്റ്റൈൽ കാഴ്ചവെക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാജിക് ഒന്നും താൻ ചെയ്തിട്ടില്ല, ഇത് തൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു പരിശീലക രീതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഡേവിഡ് കാറ്റ്ലയേക്കാൾ എന്തുകൊണ്ടും മികച്ച പരിശീലകനാണ് താനെന്ന് ആഷ്ലി വെസ്റ്റ്വുഡ് കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഡാനിഷിനെയും ഫ്രെഡിയെയും ഒക്കെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയ രീതി അതിപ്പോൾ വലിയ രൂപത്തിൽ കയ്യടി അർഹിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.